കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീക്ഷ പ്രമാണി, അദ്ദേഹം സൻഹെഡ്രിനിലെ വലിയ ആളാണ്, ഒത്തിരി വിദ്യാഭ്യാസമുള്ള ആളാണ്, പഴയ നിയമം സംബന്ധിച്ച് അറിവ് വളരെ ഉള്ള ആളാണ്. കൂടാതെ അദ്ദേഹം പള്ളിയിലെ പ്രധാനപ്പെട്ട പ്രമാണി, അതുപോലെ തന്നെ 2 വട്ടം ഉപവസിക്കും, അതുപോലെ തന്നെ ധാരാളം സാധുക്കളെ സഹായിക്കുന്ന നല്ല ഒരു സ്വാധീനമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം യേശു കർത്താവിന് വ്യക്തിപരമായി കാണാനായിട്ട് ഒരു ദിവസം രാത്രിയിൽ കർത്താവ് താമസിക്കുന്നിടത്ത് വന്നു. ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം. യേശു കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, നിക്കോദിമോസേ, നീ വീണ്ടും ജനിക്കണം, എന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ, അല്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ തന്നെ സാധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞു. എന്താണ് ഈ വീണ്ടും ജനനം? ദൈവരാജ്യം എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ദൈവത്തിൻ്റെ ഭരണം, അതാണ് ദൈവരാജ്യം. അത് ഓർത്തിരുന്നാൽ മതി. യേശു കർത്താവിനാൽ ഭരിക്കപ്പെടുന്ന ജനത്തെ ദൈവരാജ്യത്തിലെ അംഗങ്ങളെന്നാണ് പറയുന്നത്. അങ്ങനെ വരുന്ന ആളുകൾ, അങ്ങനെ ആകുന്ന ആളുകൾ വീണ്ടും ജനനം പ്രാപിച്ചിരിക്കണം. നമ്മൾ നിക്കോദിമോസിനെ പോലെ പള്ളിയിൽ പോകുന്നവരാണ്, അത് പോവുക തന്നെ വേണം. നമ്മൾ അതുപോലെ നല്ല നല്ല ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, അതുപോലെ നല്ല സാക്ഷ്യമുള്ളവരാണ്. നമ്മൾ പരമ്പരാഗതമായി ക്രിസ്ത്യാനികളാണ്. സ്നാനപ്പെട്ട് കുർബാന കൈക്കൊള്ളത്തക്ക വണ്ണമുള്ള കൺഫർമേഷൻ നേടി എല്ലാം കറക്റ്റാണ്. പക്ഷെ അതൊന്നും കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകാനൊക്കത്തില്ല. അതിനെ വീണ്ടും ജനിക്കുക തന്നെ വേണം, അതല്ലാതെ നിവൃത്തിയില്ല. സോ വീണ്ടും ജനം അതെന്തുവാണ്? അപ്പോൾ അത് നിക്കോദിമോസിന് തന്നെ കുറേ സംശയങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ കൊച്ചു പിള്ളേരെ പോലെയൊക്കെ പറയാം, വയസ്സായി പോയി ഞാൻ, ഇനി ഒരു അമ്മയുടെ ഉദരത്തിൽ കയറി അങ്ങനെ വരണോ എന്നൊക്കെ യേശു കർത്താവിനോട് ഒത്തിരി ഫണ്ണിയായിട്ടൊക്കെയാണ് സംസാരം. യേശു കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം, എന്നാൽ മാത്രമേ വീണ്ടും ജനനം ആവത്തുള്ളൂ. വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറയുമ്പോൾ വെള്ളത്തെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ചുള്ള ബന്ധം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെള്ളത്തിലൂടെയാണ് പരിവർത്തന പരിപാടികളൊക്കെ നടക്കുന്നത്. വെള്ളം ജീവനുള്ള വചനം, ദൈവവചനമാണ്. പത്രോസ് ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിലെ 23-ാം വാക്യത്തിൽ പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്താൽ നിലനിൽക്കുന്നത്, ജീവനുള്ളതായ ദൈവവചനത്താൽ വേണ്ടി ജനിച്ചിരിക്കുന്നു എന്ന് 1:21, 1 പത്രോസ്. അതുപോലെ യോഹന്നാൻ സുവിശേഷം 1:13 പറയുന്നത് എന്തുവാ? അവർ രക്തത്താലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ്? സോ അത് നമ്മൾ അറിയണം. യേശു ക്രിസ്തുവിലൂടെ ഉള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ക്രിസ്തു ഹൃദയത്തിൽ വന്ന് പാർക്കുന്ന കാര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന കാര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5:17 എന്നാ പറയുക, വളരെ പരിചിതമായ വാക്യമാണ്, നിങ്ങൾക്ക് കാണാൻ അറിയായിരിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി. ഇറ്റ് ബിക്കേം എ ന്യൂ നേച്ചർ, ന്യൂ ക്രീച്ചർ, ന്യൂ പേഴ്സണാലിറ്റി. മനസ്സിലായോ? ഒരു പുതിയ വ്യക്തിത്വം, അതാണ്. അപ്പം നമ്മൾ പള്ളിയിൽ പോകണ്ട എന്നല്ല, പള്ളിയിൽ പോകണം എൻ്റെ ദൈവത്തിൻ്റെ പിന്നെ അത് വേറൊരു ഉദ്ദേശം അതിൽ കൂടെ നടക്കും. അത് അത്യാവശ്യമാണ്. നമുക്ക് പള്ളിയിൽ നിർബന്ധമായി പോകണം. പക്ഷേ ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലായിട്ട് പള്ളിയിൽ പോകുമ്പോൾ എത്ര സന്തോഷമാണ്, എത്ര ഒരു വ്യത്യാസമാണ് അതിന്. അതാണ് ആവശ്യം. അതാണ് ഞാൻ പറയുന്നത്. ബോൺ ഓഫ് ഗോഡായിട്ട് പോകണം. അതുപോലെ തന്നെ ഓൺ ഇൻ ക്രൈസ്റ്റ് ആയിട്ട് പോകണം.
അങ്ങനെ പോകാനായിട്ട് നമുക്ക് സാധിക്കണം. ലളിതമായിട്ട് ഞാൻ ചൈൽഡ് ഇവാഞ്ചലിസ്റ്റാണ്, ഓർത്തോണം, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ഒരു വീണ്ടും ജനന അനുഭവം അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് വരികയാണ്. നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു ഉറപ്പ് കാണത്തില്ല. മരിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പരദീസയിലേക്ക് പോകും എന്ന് ഉറപ്പ് കാണത്തില്ല. അപ്പോൾ അത് ഉറപ്പ് കിട്ടണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ജനിക്കണം, ആ ഒരു അനുഭവത്തിലേക്ക് വരണം. അതിന് ചെയ്യേണ്ടത് ഒരൊറ്റ പ്രാർത്ഥനയാണ്, ലൈഫ് ടൈം ആകെ കൂടെ ഒരൊറ്റ പ്രാർത്ഥന. അതൊന്ന്, ആ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തന്നെ അങ്ങനെയുള്ളവർ വാതിലടച്ച്, മറ്റു ശല്യങ്ങളൊന്നുമില്ല, വാതിലടച്ചിട്ട് നിങ്ങളുടെ റൂമിൽ കയറി കർത്താവിൻ്റെ മുഖത്ത് നോക്കുക, കണ്ണടച്ച്, എന്നിട്ട് പറയാം, യേശുവേ യേശുവേ, ഐ ആം എ സിന്നർ, ഐ അഡ്മിറ്റ് ദാറ്റ് ഐ ആം എ സിന്നർ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കും, എന്നെ രക്ഷിച്ചെടുക്കണമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു സെൻറ്റൻസ് അതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ് മറന്നു പോകരുത്. ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എൻ്റെ യേശുവേ, എനിക്ക് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് അവിടെ നിന്ന് ഏറ്റുകൊണ്ട് ക്രൂശന്മേൽ രക്തം ചിന്തി മരിച്ചത്. അത് ഞാനാണ് അവിടെ മരിക്കേണ്ടത്, എന്നെയാണ് അവിടെ കൊല്ലേണ്ടത്. എന്നാൽ എനിക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, അവിടുന്ന് എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവിടുന്ന് ഒരു കുറ്റവും ചെയ്യാതെ ഇതൊക്കെ എൻ്റെ കുറ്റവും വഹിച്ചുകൊണ്ട് അവിടുന്ന് ക്രൂശന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നു. ഇത് എനിക്ക് വേണ്ടി അവിടുന്ന് ചെയ്തുവെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ സെൻറ്റൻസ് എന്നാന്ന് ചോദിച്ചാൽ, യേശുവേ, ഞാൻ എൻ്റെ ഹൃദയം തുറന്നായിരുന്നു, ഉയർത്തെഴുന്നേറ്റ ദൈവമേ എന്നോടൊപ്പം എന്നും ഇരിക്കണം, എപ്പോഴും ഇരിക്കണമേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയോ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ വാഴണമേ. അങ്ങനെ ഞാനും അവിടുത്തെ രാജ്യത്തിൻ്റെ അംഗമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ 3 വാചകങ്ങൾ മറക്കുമോ? മറക്കരുത്. ഇത് പ്രാർത്ഥിച്ച് അങ്ങനെ ഹൃദയത്തെ യേശുവിനെ ഉൾക്കൊള്ളണം, മറക്കരുത് എന്ന് തന്നെ ചെയ്യണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.